ഇന്നത്തെ റെസിപ്പി വറുത്തരച്ച ചിക്കൻ കറി. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിലോട്ട് നമ്മൾ ഒരു 10-20 ചെറിയ ഉള്ളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ അതും ഇട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായിട്ടൊരു ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പില ആണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും. അതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതായിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊടികൾ ആഡ് ചെയ്യണം. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോഴേ നമ്മൾ ലോ ഫ്ലെയിമിലാണ്, അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ നമ്മളൊരു കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി നല്ലോണം ചേർക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ അടുത്ത് മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ചത് കുറച്ച്, ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. പിന്നെ കുരുമുളക് പൊടി കുറച്ച് ആഡ് ചെയ്യുക. ഇത്ര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇത് നന്നായി ബ്രൗൺ നിറമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. അതിന് ശേഷം വേറൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ, ഞാൻ ആ തേങ്ങ വറുത്ത ചട്ടി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്ര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് ഈ ബ്രൗൺ നിറമാവണ സമയത്ത് ഒരു പഴുത്ത തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ പകുതി, ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഈ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വരുന്ന വരെ വേവിക്കണം. ഇപ്പോൾ കണ്ട തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ആ ചിക്കനും ഈ മസാലയും എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന പോലെ യോജിപ്പിക്കുക, നന്നായി ഇളക്കുക. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത്, മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വേവിക്കുക. ഒരു 2-3 മിനിറ്റ്സ് അങ്ങനെ മൂടി വെക്കുക. ഒരു 3 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതുണ്ട് ചിക്കനിൽ നിന്ന് അങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ ആ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ അരപ്പ് എന്നിട്ട് നന്നായിട്ട് ഈ അരപ്പ് ഇതിൽ ബാക്കി ഉണ്ടാവില്ല മിക്സിയുടെ ജാറിൽ, അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റ്സ് നന്നായിട്ട് വേവിക്കുക. ഇപ്പോൾ കണ്ട നല്ല കളർ വന്നിട്ടുണ്ട്.
ഇനി ഗരം മസാല ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഗരം മസാല മുളകോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യണം. ഇങ്ങനെ മൂടി വെച്ച് നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മല്ലിയുടെ ഇല കുറച്ച് ആഡ് ചെയ്യുക, ചെറുതാക്കി അരിഞ്ഞ മല്ലിയുടെ ഇല, പിന്നെ കറിവേപ്പില, നാടൻ കറിവേപ്പില കുറച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ തന്നെ ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. ഒരു 25 മിനിറ്റ്സ് 30 മിനിറ്റ്സിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ഗരം മസാല മാത്രം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ഇനി ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സമയമാകുമ്പോൾ കണ്ടോ നല്ല കളറായിട്ടുണ്ട്. അത് മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടിയാണ് ഈ ചിക്കൻ കറിക്ക്, നല്ല ടേസ്റ്റുമാണ്.